ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഈ ദിവസങ്ങളിൽ ഒത്തിരി കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ഒത്തിരി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയമാണ് കൂലിയും കൈക്കൂലിയും. അങ്ങനെ ഒരു വിഷയം തന്നെ തിരഞ്ഞെടുക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു ഹെഡിങ് തന്നെ കൊടുത്തത്. കാരണം ഞാൻ താമസിക്കുന്നത് ചളിക്കവട്ടം പൊന്നുരുന്തി ചളിക്കവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, എറണാകുളത്താണ്. അപ്പോൾ ഇന്നലെ ഈ തൊട്ടടുത്ത ദിവസം ഈ ഭാഗത്ത് വെച്ച് ഒരു സർക്കാർ ജീവനക്കാരിയെ കൈയോടെ കൈക്കൂലി വാങ്ങുന്നതിന് ഇടയിൽ കാറിൽ വെച്ച് 3 മക്കളുണ്ട്. ദൈവമേ, ഗതികേടെന്ന് പറയണ ഇതിനല്ലേ. സർക്കാർ നല്ല ഒന്നാന്തരം ശമ്പളം കൊടുക്കുന്ന നഗരസഭയിലെ ഉദ്യോഗസ്ഥയെയാണ് വിജിലൻസ് വിഭാഗം കൈയോടെ പിടികൂടിയത്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള വാർത്തകളും എല്ലാം കേൾക്കാനിടയായപ്പോൾ ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ച് ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ എന്താണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇനിയും ഇങ്ങനൊരു നീലം വെള്ളത്തിൽ ചാടുന്ന കുറുക്കൻ്റെ പോലത്തെ അനുഭവം ആർക്കും ഉണ്ടാകരുത്. കാരണം ജീവിക്കാൻ വേണ്ടി സർക്കാർ നല്ല ഒന്നാന്തരം ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാ ഇങ്ങനത്തെ ആർത്തി മൂത്ത അയ്യയ്യോ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള അവസ്ഥ? സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു പുണ്യാളം വന്നേക്കണേ, ഇവൻ ആരടാ, നാട് നന്നാക്കാൻ ഇറങ്ങിയേക്കണെയാണ് സ്വാഭാവികം മാത്രം. കാരണം ഇങ്ങനത്തെ വിഷയത്തോട് കാര്യം നേടിയെടുക്കുന്നതിന് കൈക്കൂലി കൊടുക്കാൻ താല്പര്യമുള്ളവരും കൊടുത്തുകൊണ്ടിരിക്കുന്നവരും, അല്ലെങ്കിൽ കൊടുത്ത് ശീലമുള്ളവരും വാങ്ങിച്ച് ശീലമുള്ളവരും. ഒരാൾ എന്നോട് പറഞ്ഞ ഇതാണ്, ഞാനത് മേടിച്ചാൽ തന്നെ ഏതെങ്കിലും പാവങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. അപ്പോൾ പാവങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് അയാളുടെ സ്വന്തം പെങ്ങൾക്കും കുടുംബത്തിനും ഇങ്ങനെ കൈക്കൂലിയായിട്ട് കിട്ടുന്ന ഇതുകൊണ്ടാണ്. അപ്പോൾ അവരവർ ജോലിയെടുക്കുന്നതിൽ നിന്നുള്ള അല്ലെങ്കിൽ ദശാംശത്തിൻ്റെ പങ്കാണ് കൊടുക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരെ കണ്ണുനീര് പുരണ്ടതോ രക്തക്കറ പുരണ്ടതോ അല്ല നമ്മളിങ്ങനത്തെ കാര്യത്തിന് ഉപയോഗിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് വചനങ്ങളും കേൾക്കാം. എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലുള്ള ചില അനുഭവങ്ങളും ഇതോടൊപ്പം പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്. വചനമുണ്ട്. കൂലി എന്താണ്, കൈക്കൂലി എന്താണ്. എന്തായാലും ഇനി എന്നേക്കുമായിട്ടുള്ള സസ്പെൻഷനിലാകാം, അല്ലെങ്കിൽ ജോലി പോകാം. ചിലപ്പോൾ ഈ വകയിൽ കണ്ടെത്തുന്ന അന്യായമായ സമ്പത്ത് വരുമാനങ്ങൾ സർക്കാരിലേക്ക് കെട്ടേണ്ടി വരും. ജീവിതകാലം ഇനി പെൻഷൻ കിട്ടാതെ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടാതെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഈ ഉദ്യോഗസ്ഥയെ കൊണ്ടേക്കാം. ഇതൊരു ഉദ്യോഗസ്ഥയുടെ മാത്രം കഥയല്ല, ഇതുപോലെയുള്ള അവരുടെ ആ ലിസ്റ്റിൽ ഒരാൾ മാത്രം. കാരണം കുറച്ച് നാൾ മുമ്പ് പത്രത്തിൽ വന്ന ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യവും ഞങ്ങൾ ചർച്ച ചെയ്ത ഒരു വിഷയവുമാണ്. ഇതുപോലെ തന്നെ കൈക്കൂലിക്ക് പിടിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ കഥ പത്രത്തിലുണ്ടായിരുന്നു. കിടക്കുന്ന മുറിയിൽ ഒരു ഫാൻ പോലും ഇല്ല. ദാരിദ്ര്യം കൊണ്ടല്ല, ലക്ഷക്കണക്കിന് രൂപയാണ് കൈക്കൂലി വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിന്ന് പണമായിട്ട് മാത്രം താമസിക്കുന്ന വർഷങ്ങളായിട്ട് പണി തീർക്കാതെ കിടക്കുന്ന വീട്ടിലെ മുറിയിൽ നിന്ന് കണ്ടെത്തിയത്. പക്ഷേ അയാൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഒരു ഫാൻ പോലും ഈ ചൂടത്ത് ഫാൻ ഇല്ലാതെ കിടന്നുറങ്ങാനായിട്ട് പറ്റും. കൊതുകും ചൂടും രണ്ടും കൂടെ ആകുമ്പോൾ ഭംഗിയാകും. അത്രക്ക് ലുബ്ധ കാണിക്കുന്ന ഇതൊരു തരം മാനി എന്ന് പറയും. എങ്ങനെയും പണം ഉണ്ടാക്കണം. പക്ഷെ അവസാനം ഇതോ ആർക്കോ വേണ്ടി ഉപേക്ഷിച്ചിട്ട് കൈമാറിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതിനു വേണ്ടി കടിച്ചു പറിക്കുന്ന അവസ്ഥകൾ, അങ്ങനെ എത്രയോ കേസുകൾ കാണുന്നു. ഞാൻ ഓർക്കാണ്, ഒരു മനുഷ്യൻ ഇവിടെ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ബിഷപ്പിൻ്റെ വിളിക്ക് ഇങ്ങനെ സഹായിക്കാനായിട്ട് വരും. അപ്പോൾ മനസ്സിലായി എല്ലാ മാസവും ഇങ്ങനെ വരും. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ കാര്യം ചോദിച്ചപ്പോൾ മകൻ കേരള സർക്കാരിലൊരു ഉദ്യോഗസ്ഥനാണ്, ജോലിയൊക്കെ കിട്ടി PSC വഴി എഴുതി. പക്ഷേ അവരുടെ ആ സെക്ഷനിൽ ഇവൻ കൈക്കൂലി മേടിക്കത്തില്ല, പക്ഷേ കിട്ടുന്നതിൽ പങ്കായിട്ട്, ഞാൻ പേര് സ്ഥലമൊന്നും പറയാനായിട്ട് ഞാനായിട്ടോ നിങ്ങളായിട്ടോ തീരുമാനിച്ചാലൊന്നും ഇതൊന്നും തീരത്തില്ല. നമ്മുടെ പണി അതല്ല. അപ്പോൾ സത്യം ഇരുളും വെളിച്ചവും തുറന്നു കാട്ടുക. ഇത് കേൾക്കുന്നവരെങ്കിലും ഒരാളെങ്കിലും ഒരു നല്ല രീതിയിലായാൽ, ഇതെല്ലാം ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ ഇതൊന്നും ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കിയ കൃതാർത്ഥനായി, എൻ്റെ ദൗത്യം പൂർത്തിയായി. അപ്പോൾ
ഇനി വളർന്നു വരുന്ന തലമുറക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ. അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ ഇതിനു വേണ്ടി ഭക്ഷണം കൊടുക്കുന്നതിന് സഹായിക്കാൻ വരും. പിന്നീടാണ് മനസ്സിലായത് മകന് കൈക്കൂലി മേടിക്കുന്നില്ലെങ്കിലും കൈക്കൂലിയുടെ വിഭാഗത്തിൽ അവിടെ കിട്ടുന്ന ഷെയറിൻ്റെ പങ്കാണ് ഈ കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു മകൻ്റെ പണിയെടുത്തതിൻ്റെ ദശാംശത്തിൻ്റെ പങ്ക് സമർപ്പിച്ചോ, പക്ഷേ കൈക്കൂലിയായിട്ട് തരുന്നത് ഞങ്ങൾക്ക് വേണ്ട, കാരണം കൊടുക്കുന്നവനും കെട്ടുന്നവനൊക്കെ പൊട്ടിത്തെറിച്ച് പോകും. അതുകൊണ്ട് പിടിച്ചു പറിച്ചു മേടിച്ചതോ അതിൻ്റെ ഷെയർ കിട്ടിയതോ അല്ല ദൈവത്തിനും ദൈവ ശുശ്രൂഷകൾക്കും സുവിശേഷ വേലക്കും സമർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരിക്കലും ആ മനുഷ്യനെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല. അന്ന് വന്നിട്ട് പ്രാർത്ഥനയും കൂടി പോകുമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ പതിയെ ഇറങ്ങി പോകുന്നത് കണ്ടു. പരിഭവം കൊണ്ടാണോ എന്താണെന്നറിയില്ല, പിന്നീട് ഒരിക്കലും വന്നിട്ടില്ല. ധനികനായ യുവാവിൻ്റെ കഥ ബൈബിളിൽ പറഞ്ഞതുപോലെ അവന് ധാരാളം സ്വത്തുണ്ടായിരുന്നു. അപ്പോൾ അവനെ തന്നെ തിരുത്താൻ, മാറ്റം വരുത്താൻ, നിനക്കൊരു കുറവുണ്ടെന്ന കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും പാലിച്ചിരുന്നു, പക്ഷെ നിനക്കൊരു കുറവുണ്ടെന്ന് കർത്താവ് പറഞ്ഞ അവനവനെ തന്നെ കണ്ടെത്താൻ, മാറ്റം വരുത്താൻ തയ്യാറാകാത്ത ധനികനായ യുവാവിൻ്റെ കഥ ബൈബിളിൽ പറയുന്നത് പോലെ. അതുകൊണ്ട് കൈക്കൂലി എന്താണ്? കൈനീട്ടി മേടിക്കുന്നതാണ് കൈക്കൂലി, കൂലി അല്ലാതെ മേടിക്കുന്നത്. മിക്ക പ്രവചനം 7-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് കേൾക്കാം. ഇത് നിങ്ങൾ പറഞ്ഞും കൊടുക്കണം. നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളോ ആരെങ്കിലും ഇങ്ങനെയുള്ളതുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് ആരംഭിക്കാത്ത സ്വർഗവും ഇല്ല, ഇവിടെ നിന്ന് ആരംഭിക്കാത്ത നരകവും ഇല്ല. അതുകൊണ്ട് അത് ശാശ്വതമല്ല. മിക്ക 7:3 തിന്മ പ്രവർത്തിക്കാൻ അവൻ ഉത്സാഹത്തോടെ കൈ നീട്ടുന്നു. എന്ത് നീട്ടുന്നു? കൈ നീട്ടുന്നു. തളർന്നു പോയ ഒരു വില്ലേജ് ഓഫീസറിനെയും കൊണ്ട് ഇനി പോകാത്ത വഴിയൊന്നുമില്ല പ്രാർത്ഥിപ്പിക്കാൻ വന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു, സംസാരത്തിന് കുഴപ്പമൊന്നുമില്ല, മുഖ്യം മൂല്യം പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതാ, കൈക്കൂലി മേടിച്ചത് കൊണ്ടാണ് തളർന്നു പോയതെങ്കിൽ എൻ്റെ വലതുവശം പോകണ്ടേ, ഞാൻ ഈ കൈയും കൊണ്ടല്ലേ മേടിച്ചേക്കണത്, എൻ്റെ ഇടതുവശമല്ലേ പോയതെന്നും പറഞ്ഞ് തർക്കിച്ചത് ഓർക്കുകയാണ്. അത്ര നീതിബോധമില്ല. കാരണം ഷുഗറും എല്ലാം കൂടെയുള്ള ഈ മനുഷ്യനെ ഏതോ തിരുമ്മ ചികിത്സക്കാരൊക്കെ വന്ന് ചവിട്ടി ഒരു പോക്കായി കിടക്കുമ്പോഴാണ് അടുത്തുള്ള വിജാതനായ മനുഷ്യൻ വഴി പ്രാർത്ഥിക്കാൻ പൊക്കിയെടുത്ത് വണ്ടിക്കൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ മരിക്കാറായ അവസ്ഥയാണ്, അവശതയാണ്. എന്നിട്ടും ഈ കൈക്കൂലി എന്ന് പറയുന്നത് എന്തോ പുണ്യമാണെന്നുള്ള രീതിയിൽ നീതീകരിക്കുന്ന ആ മനുഷ്യനെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചാഴ്ച കൊണ്ടുവന്ന് വചനം കേൾക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശാരീരാവസ്ഥക്കും ഒത്തിരി മാറ്റം ഉണ്ടായി. കുറേ ദാനധർമ്മം പരിഹാര പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതായിട്ട് പിന്നീട് മനസ്സിലായി. അപ്പോൾ തിന്മ പ്രവർത്തിക്കാൻ മിക്ക 7:3 ഉത്സാഹത്തോടെ കൈനീട്ടുന്നു. കൈനീട്ടി മേടിക്കുന്ന തിന്മയാണെന്ത്? കൈക്കൂലി. രാജാവും ന്യായാധിപനും കൈക്കൂലി ആവശ്യപ്പെടുന്നു. ഉന്നതന്മാർ ദുരാഗ്രഹങ്ങൾ വെളിപ്പെടുത്തുന്നു. ആ ചെറിയവരൊന്നുമല്ല, വലിയവർ തന്നെയാണ്. ദൈവം നല്ല അധികാരവും സ്ഥാനവും നല്ല ഉയർച്ചയൊക്കെ തന്നവർ തന്നെയാണ് ആർത്തിമൂത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവർ ഒരുമിച്ച് അത് നെയ്തെടുക്കുന്നു. ഒറ്റക്കൊരാളല്ല, ഇതിൻ്റെ പിന്നിൽ വലിയ കണ്ണി, വലിയ ശൃംഖല തന്നെ ഉണ്ടാകും. ഇപ്പം ഇന്നലെ വിജിലൻസിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ടു അഭിമുഖത്തിൽ, ഇത് ആര് വിവരം തന്നാലും ഇതുപോലെ വിഷമിക്കുന്ന അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ശക്തമായിട്ട് ഇതിനെ നേരിടും എന്ന് തന്നെ. പലപ്പോഴും എനിക്കെന്ത് കാര്യം, ആരെങ്കിലും എന്തും കാണിക്കട്ടെ, എന്തെങ്കിലും അങ്ങ് കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്നവരാണ് പലരും. നമ്മളായിട്ട് വിചാരിച്ചാൽ ഇതൊന്നും നന്നാകാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നത്. മിക്ക 3:11 പറയുന്നുണ്ട്, അതിൻ്റെ ന്യായാധിപന്മാർ കോഴ വാങ്ങി വിധിക്കുന്നു, പുരോഹിതന്മാർ കൂലി വാങ്ങി പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു മേഖലയും ഈ കാര്യത്തിൽ വിമുക്തമല്ല. പണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു തിരികോല് പോലെ കിടന്ന് കടയുന്ന അവസ്ഥയാണ്. അന്യായമായി പണം. പ്രവാചകന്മാർ പണത്തിനു വേണ്ടി ഭാവി പറയുന്നു, എന്നിട്ടും അവർ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പറയുന്നു, കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഇല്ലേ, നമുക്കൊരു അനർത്ഥവും വരികയില്ല. ഇതുപോലെ പ്രാർത്ഥനക്കാരാണെന്നും വിചാരിച്ച് നല്ലവരാണെന്ന് വിചാരിച്ച് സമീപിച്ച ഒരു കുടുംബം ചതിയിൽപ്പെട്ടൊരു കാര്യം അവർ പറഞ്ഞു. അതിനുവേണ്ടി അവർ കൂടോത്രം എടുക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് വന്ന് 80,000-ഓളം രൂപ പലതവണ. കർത്താവും അപ്പോസ്തലന്മാരും ചെയ്യാത്ത കാര്യം അതാണ്. എല്ലാ വർഗവും ഇതിൽ വരുന്നുണ്ട്. പുരോഹിതന്മാർ കൂലി വാങ്ങി പഠിപ്പിക്കുന്നു, പ്രവാചകന്മാർ പണത്തിന് വേണ്ടി ഭാവി പറയുന്നു, എന്നിട്ടും അവർ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് പറയുന്നു, കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഇല്ലേ, നമുക്ക് ഒരനർത്ഥവും വരികയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ കടഞ്ഞുകൊണ്ട് പിന്നെ രക്ഷപ്പെടാനായിട്ട് അവർക്ക് സാധിക്കും. അതുകൊണ്ട് പറ്റിച്ചും വഞ്ചിച്ചും അധികം നാൾ മുന്നോട്ട് പോകാൻ
പറ്റത്തില്ല. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. എൻ്റെ അമ്മയെന്നും അപ്പനിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള ആപ്ത വാക്യങ്ങളാണ് ഇതൊക്കെ. ഏശയ്യാ പ്രവചനം 10-ാം അധ്യായം 1-2 വാക്യത്തിൽ പറയുന്നുണ്ട്, പാവപ്പെട്ടവന് നീതി നിഷേധിക്കുന്നതിനും എൻ്റെ ജനത്തിലെ എളിയവൻ്റെ അവകാശം എടുത്തു കളയുന്നതിനും വിധവകളെ കൊള്ളയടിക്കുന്നതിനും അനാഥരെ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടി അനീതി നിറഞ്ഞ വിധി പ്രസ്താവിക്കുന്നവർക്കും മർദ്ദനമുറകൾ എഴുതി ഉണ്ടാക്കുന്നവർക്കും ദുരിതം. എഴുതുന്നവർക്കും ആ കള്ളപ്പിടുന്നവർക്കും മഷിമുക്കി ബലപ്രയോഗത്തിലൂടെ മരിക്കാൻ കിടക്കുന്ന ആളുടെ ഒപ്പിടിച്ചെടുത്തവർക്കും വെള്ളം ഇറങ്ങാതെ കിടക്കുന്നതൊക്കെ പല സംഭവങ്ങൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. മരിക്കാൻ കിടന്നിട്ട് ഉറുമ്പ് വരിയിട്ട് മനുഷ്യൻ്റെ ശരീരത്തിലും കട്ടിലും കൂടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവസാനമാണ് ഞങ്ങളെ വിളിച്ചത്, വർഷങ്ങളായിട്ട് കിടക്കുക. അപ്പോൾ കട്ടിലിലും ദേഹത്തും എന്ത് ചെയ്തിട്ടും ഉറുമ്പ് ശല്യം. ഞാൻ മരിക്കുന്നില്ല ജീവിക്കുന്നില്ല, കിടന്ന് പൊട്ടി ഒരു പോക്കായി. അപ്പം മണ്ണെണ്ണയുടെ ഭയങ്കര മണം, ഉറുമ്പോടിയുടെ മണം. അപ്പോൾ പറഞ്ഞു മണ്ണെണ്ണ ഇട്ട് നോക്കി, ഉറുമ്പോടി തേച്ച് നോക്കി. ഒരു മനുഷ്യക്കോലം എന്ന് മാത്രം, ജീവനെടുക്കാൻ ദൈവത്തിന് മാത്രമല്ല അധികാരമുള്ളൂ. അവസാനം ഒരു വഴിവിട്ട ഒരു അവസ്ഥയിൽ ധാരാളം ജീവിക്കാനാണെന്നാണ് പറഞ്ഞത്, പണം ഉണ്ടാക്കി, എന്നിട്ട് കൂട്ടത്തിൽ പരോപകാര പ്രവൃത്തി ഒരുപാട് ചെയ്തെന്ന് പറയുന്നുണ്ട്. സമ്പാദിക്കാൻ വേണ്ടി അല്ല, ജീവിക്കാൻ വേണ്ടി ചെയ്ത് ആ കൂട്ടത്തിൽ പാവങ്ങളെ സഹായിച്ചെന്ന് പറയണം. പക്ഷേ വലിഞ്ഞുണങ്ങി മനുഷ്യക്കോലമായിട്ട് കിടക്കുന്ന മദ്യവിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന കാര്യം തുറന്ന് പറയാം, അങ്ങനത്തെ അവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, മക്കളോട് പറഞ്ഞ് നിങ്ങളെങ്കിലും മാനസാന്തരപ്പെട്ടു. ഇവരുടെ അവസ്ഥ ഇതാ, പറയണതും കേൾക്കുന്നു, ഒന്നും എടുക്കാൻ പറ്റാതെ ഹസ്തിക്കോലം പോലെ കിടക്കുന്നു. എന്നിട്ട് 4 കട്ടിലിൻ്റെ കാലും പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലിറക്കി വെക്കാൻ ഭിത്തിയിൽ നിന്ന് മുട്ടിച്ചിടാതെ നീക്കാൻ പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി തന്നെ അവരെന്നോട് പറഞ്ഞു, നല്ല ബുദ്ധിയായിപ്പോയി, ഒറ്റ ഉറുമ്പുമില്ല, എല്ലാം പോയി കുടഞ്ഞു വൃത്തിയാക്കി, ഇപ്പോൾ ഉറുമ്പൊന്നും കയറി വന്നില്ല, ഇത് പണ്ടേ ചെയ്താൽ മതിയായിരുന്നു, സങ്കടം വന്നിട്ട് വയ്യായിരുന്നു, ഉറുമ്പോടിയും മണ്ണെണ്ണ എല്ലാം തേച്ചിട്ടും മത്സരിച്ച് ഉറുമ്പ് വന്നുകൊണ്ടിരുന്ന അവസ്ഥയാണ് മനുഷ്യക്കോലത്തെ. പക്ഷേ മോനോടും മോളോടൊക്കെ പോയി കുമ്പസാരിക്കേണ്ട വിധം അവരെ ഒരുക്കി കുമ്പസാരിക്കാൻ പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് ആ വ്യക്തി മരിച്ചു. അപ്പോൾ അർഹതപ്പെടാത്ത പണം അർഹതപ്പെടാത്ത വഴികളിലൂടെ സർക്കാരിനെ വഞ്ചിച്ചോ ടാക്സ് വെട്ടിച്ചോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഊറ്റോ വാറ്റോ ഒക്കെ ചെയ്ത് കുടുംബത്തിലേക്ക് വരുമ്പോൾ അത് അർഹതപ്പെടാത്ത വഴികളിൽ കൂടെ തന്നെ പോകും. കാരണം ഇതിനെല്ലാം പിന്നിലൊരു ഊർജ്ജമുണ്ട്. അപ്പോൾ പാവപ്പെട്ടവന് നീതി നിഷേധിക്കുന്നതിന് എൻ്റെ ജനത്തിലെ എളിയവൻ്റെ ഏശയ്യാ 10:1-2 എളിയവൻ്റെ അവകാശം എടുത്തു കളയുന്നതിനും വിധവകളെ കൊള്ളയടിക്കുന്നതിനും അനാഥരെ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടി അനീതി നിറഞ്ഞ വിധി പ്രസ്താവിക്കുന്നവർക്കും മർദ്ദനമുറകൾ എഴുതി ഉണ്ടാക്കുന്നവർക്കും ദുരിതം. ഇതാ നാട്ടിൽ മദ്യക്കച്ചവടമായിട്ട് അതിൻ്റെ വാഹനവും ഓടിച്ച് നടന്ന ഒരു മനുഷ്യൻ, ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നതാണ്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ ഇതാണ്, ഒരേ ഒരു കൊച്ചേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ വലുതായി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അതിന് ഒരു കിഡ്നി ഉള്ളൂ, ഉള്ള കിഡ്നി ആണെങ്കിൽ ഡാമേജാണ്. പക്ഷേ പുറത്തൊക്കെ പോകാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പിടിക്കപ്പെട്ടില്ല. ഇങ്ങനെ അനീതി നിറഞ്ഞ വഴികളിൽ നടന്ന് പണം ഉണ്ടാക്കി വിദേശത്ത് പോയി, അങ്ങനെ വിദേശത്ത് പോയി, ഭാര്യയും പോയി, ഭർത്താവും പോയി. ഇപ്പോൾ പണമൊക്കെ ഉണ്ടായി, റബ്ബറും തോട്ടമൊക്കെ മേടിച്ച് വില്ലയൊക്കെ പണിത് കൊച്ചിൻ്റെ അവസ്ഥ കൈവിട്ട പോലത്തെ. ഇപ്പോഴാണ് പെട്ടെന്ന് ഇനി പൈസ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട്, ചികിത്സ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത, പണമുണ്ട് പക്ഷേ അത് ഉപകരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞ പോലെ തന്നെയല്ലേ ഈ സംഭവിക്കുന്നത്, ഉണ്ടാക്കിയതൊന്നും ഊതിപ്പറത്തി പോകുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാം. അപ്പോൾ ഭാര്യ എന്തെന്ന് വെച്ചാൽ പറഞ്ഞ് പണമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ ധ്യാനവും പ്രാർത്ഥനയും ഒന്നിനോടും താല്പര്യമില്ല, ദൈവഭക്തി ഇല്ല, അഹങ്കാരിയായിപ്പോയി, ആഡംബര ഭ്രമവും, ഭർത്താവിനനുസരിക്കുന്നില്ല, അവർ നാട്ടിലൊന്നും വന്നിട്ടില്ല, അവിടെ തന്നെയാണെന്ന് പറഞ്ഞ് ഈ മനുഷ്യനാണ് ഓട്ടം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കൈക്കൂലി വാങ്ങരുത്, അത് വിജ്ഞനെ അന്ധനാക്കുകയും നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. 10 പ്രാവശ്യം പറഞ്ഞാലും നുണ തന്നെയാണ്. ഇതാ നേരത്തെ പറഞ്ഞ പോലെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. എത്ര പ്രാവശ്യം നുണ പറഞ്ഞ് നുണ പറഞ്ഞ് വെളുപ്പിക്കാൻ നോക്കിയാലും നുണ തന്നെയാണ്, വികൃതമായ കറയാണെന്നാണ് ദൈവത്തിൻ്റെ വചനം അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ഏശയ്യാ 23:8 പുറപ്പാട് 23:8 നമ്മൾ കേട്ടത്. കൈക്കൂലി വാങ്ങരുത്, അത് വിജ്ഞനെ അന്ധനാക്കുകയും നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു അമ്മ വന്നതോർക്കെയാണ്
ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടയർഡായ ഒരു നേഴ്സാണ്. അപ്പോൾ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ്. മൂത്ത മകൻ അവൻ്റെ ജീവനും കൊണ്ട് കല്യാണം കഴിച്ച് വീടും മാറിപ്പോയി. ഇളയ മകൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കല്യാണപ്രായമായി. ഇവർ റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പോൾ തുടങ്ങിയാണ് ഇങ്ങനെ ഒരു തരം ഡിപ്രഷൻ, മാനസികമായ പ്രശ്നങ്ങൾ, വയലൻ്റ് ആകുന്ന അവസ്ഥ. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ ചികിത്സത്തോടെ പോലീസിൻ്റെയും കൂടി സഹായത്തോടെ ഇവനെ ചികിത്സക്കൊക്കെ കൊണ്ടുപോയി. കാരണവന്മാർക്കെതിരെ വയലൻ്റായി. പക്ഷേ വീണ്ടും ഇങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഗവൺമെൻറ് സർവീസിൽ ജോലി ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, കൈക്കൂലി വല്ലതും മേടിച്ചിട്ടുണ്ടോ? ബ്രദറെ, ഞാൻ കൈക്കൂലിയായിട്ട് മേടിച്ചിട്ടില്ല. ഈ കിടക്കണ മോതിരം പിന്നെ അന്നേരം കിട്ടുമ്പോൾ ഞാനതെന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ ഇതൊക്കെയായിട്ട് പിള്ളേർക്ക് മേടിച്ചുകൊണ്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞാൽ അതിനെ തന്നെയാണ് കൈക്കൂലി എന്ന് പറയുന്നത്. ഇപ്പോൾ ആ പിള്ളേരെ ചികിത്സിച്ചാലും മാറാത്ത തരത്തിലുള്ള ഇത്രയും വർഷം കുടുംബത്തിൽ ഇല്ലാത്ത അനർത്ഥം. മൂത്തവൻ ജീവനും കൊണ്ട് പോയി, അവൻ്റെ കുടുംബമായിട്ട് ജീവിക്കുന്നു. അവനിവരെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇന്ന് റിട്ടയർമെൻറ്റിൻ്റെ സമയമായപ്പോഴാണ് ജെറമ്യ 17:10 9ഉം 10ഉം ഓരോ മനുഷ്യനും താങ്കളുടെ പ്രവൃത്തിക്കും ജീവിത രീതിക്കും അനുസരിച്ച് കണക്ക് കൊടുക്കേണ്ടി വരും. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നത്. മനസ്സിലായ? കാക്കക്കൂട്ടിൽ കുയിൽ മുട്ടയിടുന്നത് പോലെ അവസാനം കൂകിക്കൊണ്ട് ഈ കുയിൽ പറന്നു പോകും. പണമുണ്ട്, റിട്ടയർമെൻറ്റ് കിട്ടിയതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. പക്ഷേ നീതിയിലുള്ളത് പോലും അനുഭവിക്കാൻ പറ്റാതെ ഇവനെ പേടിച്ചിട്ട് വേറെ വാടക വീടെടുത്ത് പോയി അച്ഛനും അമ്മയും കൂടി താമസിക്കുന്ന. ആരോ പറഞ്ഞതനുസരിച്ച് പ്രാർത്ഥിക്കാൻ വന്നതാണ്. അനുദപിച്ച് പാപോപേക്ഷിച്ച് പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുക, അല്ലാതെ വേറെ ഒന്നും. ദൈവമേ ദൈവമേ കരുണ 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 ഈശോയെ. നിരപരാധിയുടെ കണ്ണുനീര് ഇല്ലാത്ത കാശുണ്ടാക്കി കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരിൽ നിന്ന് ഊറ്റിയെടുത്ത കരുണ കാണിക്കാത്ത അവസ്ഥകളാണ് ഇതാ ഇന്ന് തിരിഞ്ഞു കടിക്കുന്ന അവസ്ഥ. വീണ്ടും ഏശയ്യാ 5:23 കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ഏശയ്യാ 5:23 കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും കള്ളനെ നീതിമാനെന്നും ബറബാസിനെ വിട്ടയക്കുക, യേശുവിനെ ക്രൂശിക്കുക. അധികം ദിവസം ആയില്ല ഈസ്റ്ററിനോടനുബന്ധിച്ച് ഇതൊക്കെ വായിച്ച് കേട്ടിട്ട് അല്ലേ. ബറാബാസിനെ വിട്ടയക്കുക, യേശുവിനെ ക്രൂശിലേറ്റുക എന്ന ഇതാ അനീതി നിറഞ്ഞ പ്രസ്താവന. കൈക്കൂലി വാങ്ങുമ്പോൾ നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം എന്ന ബൈബിളിൽ പറയുന്നത് ഭയങ്കര ആഴമുള്ള അർത്ഥമുള്ള ഒരു വാക്കാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കൈക്കൂലിയുണ്ട്, കൂലിയുണ്ട്. കൂലി മേടിക്കണം അല്ലേ. അത് ജോലിയാകാം, വേലയാകാം, സർവീസാകാം. ഇപ്പോൾ ഡോക്ടർമാരും വക്കീലൊക്കെ സർവീസാണ് ചെയ്യുന്നത്. എൻ്റെ ഇത് കേൾക്കുന്ന ഡോക്ടർമാരും വക്കീലൊക്കെ ഉണ്ട്. അവരോടും കാല് പിടിച്ചപേക്ഷിക്കുന്ന ഒരു കാര്യം ഇതാണ്, കുത്തിപ്പിഴിഞ്ഞെടുക്കരുത്. എനിക്ക് തന്നെ അനുഭവമുണ്ട്. ആക്സിഡൻ്റൊക്കെ പറ്റി കഴിഞ്ഞപ്പോൾ 10% എന്നും പറഞ്ഞ് കേസ് പിടിച്ചു. അവസാനം കേസ് വിധിയായപ്പോൾ 20% അതിന് മുകളിലാണ് ഓഫീസ് ചെലവ്, കോടതി ചെലവ്, ആ ചെലവ് ഈ ചെലവ്. ഒരു കരുണയില്ലാതെ കുത്തിപ്പിഴിഞ്ഞ് വിധിയായി കിട്ടിയ ഇൻഷുറൻസിൻ്റെ തുക കുത്തിപ്പിഴിഞ്ഞ് അർഹതപ്പെട്ട ആ ക്ലെയിം കിട്ടേണ്ട വ്യക്തിക്ക് കിട്ടാതെ, അതുകൊണ്ട് തല്ലുപിടിക്കേണ്ട വഴക്കിന് പോകണ്ടെന്ന് കരുതി ദൈവനാമത്തിൽ കൊടുത്തിട്ട് വന്നു. പറയുമ്പോൾ അവർ നമുക്ക് ഭയങ്കര സേവനം. അവർ മേടിച്ചെന്നാണെന്ന് പറഞ്ഞാൽ കേസ് പിടിക്കാൻ വേണ്ടി 10% മതി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പറയും, പത്രത്തിൽ കാണും നെടിയരി, പാത്രത്തിൽ കാണും പൊടിയരി. പലരോടും ഇതുപോലെ സംസാരിച്ച് പലരും പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ ഡോക്ടർമാരുടെ അടുത്തായാലും ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ദിവസം എൻ്റെ പട്ടിയുടെ കാലൊടിഞ്ഞ് പട്ടീനെയും കൊണ്ട് പോയപ്പോൾ ഒരനുഭവം ഷെയർ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു പട്ടിയാണ്, 3 കിലോ ഉള്ളു. അതിൻ്റെ ആ കാലിൽ അന്ന് എന്തെങ്കിലും ഒരു വടിയും വെച്ച് കെട്ടി വിട്ടിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റർ പോലെ, അതിന് പകരം ഓപ്പറേഷൻ ചെയ്യണം. കൂലിവേലക്കൊന്നും കല്ലുമുക്കാനൊന്നും പോകാനുള്ളല്ലോ. ഒരു പട്ടിയ ഒരു വടിയും വെച്ച്, നമുക്ക് കോമൺ സെൻസിൽ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എക്സ്റേ ഒക്കെ എടുത്തിഞ്ഞ് വേറെ വല്ല കുഴപ്പമുണ്ടാകുന്ന നോക്കേണ്ടി വന്നു. പിന്നെ ചെന്നപ്പോൾ പറഞ്ഞ് വേറെ ദിവസം കൊണ്ട്, അതായത് ഓരോ തവണ ചെല്ലുമ്പോഴും ഗവൺമെൻറ് ആശുപത്രി ഉണ്ട്, അവിടെ ചെന്നപ്പോൾ കണ്ട് ആൾക്കാരെ പിന്നെ ഒരു പട്ടിയുടെ വായിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്ന, അപ്പോൾ ആട്ടുന്നത് പോലെ സംസാരിക്കുന്നത്. സമയമെടുത്തൊക്കെ ചെയ്യണുണ്ട്. പക്ഷേ ആരും ഇങ്ങോട്ട് വരാൻ പാടില്ല, പ്രൈവറ്റിൽ പോയിക്കോ എന്നുള്ള രീതിയിലത്തെ ആ പെരുമ. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, നല്ലോണം നോക്കുന്നവരും ഉണ്ടാകാം. പക്ഷേ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. അപ്പോൾ വീണ്ടും ചെന്നപ്പോൾ കുറേ പൈസ കൂടെ മേടിച്ച് വീണ്ടും ഒരു പട്ടിക വെച്ച് ഒരു കഷ്ണം വെച്ച് കെട്ടി ഇട്ട് വിട്ടു. ഇത് അന്നേ ചെയ്താൽ മതി, ഇപ്പോൾ കുറേ കൂടിയാനേ കാലി. അപ്പോൾ ഒരു ജീവിയല്ലേ, അത് കുത്തി നടക്കും. ഇങ്ങനെയൊക്കെ ഏത് മേഖലയിലും ജോലി എടുക്കുന്നവർ, എനിക്കറിയാം ഒരു വണ്ടിയുടെ
സാധനങ്ങൾ വിൽക്കുന്ന ബാറ്ററിയൊക്കെ വിൽക്കുന്ന കട നടത്തുന്ന ഒരാൾ വന്നത് ഓർക്കണേണ്. 2 വീടുണ്ടായിരുന്നു, 2 വീടും പോയി വാടക താമസിക്കാൻ. ഞാൻ വെച്ചാൽ നിങ്ങൾ ജോലിയിൽ വല്ല ധ്യാനത്തിനാളെ കൊണ്ടുപോകണം, വണ്ടി പിടിച്ച് കൊണ്ടുപോകണം, എല്ലാം ചെയ്യണം, എന്നിട്ട് താഴോട്ട് പോകണം. കാര്യം എന്താണ്, കിട്ടുമ്പോൾ കിട്ടണവനെ കുത്തിപ്പിഴിഞ്ഞ് മേടിക്കും. കേടാകാത്ത ബാറ്ററി സെല്ല് പോയി എന്നൊക്കെ പറഞ്ഞ് എടുത്ത് മാറ്റിയിട്ടിട്ട് പുതിയത് വെക്കുമ്പോൾ അതിൻ്റെ പൈസയും ഈ മാറ്റുന്ന ബാറ്ററി വേറെ ആവശ്യക്കാർക്ക് വിറ്റിട്ട് അതിനും നല്ലൊരു പൈസ. പക്ഷേ ഉണ്ടാക്കിയിട്ട് എന്താ മുഴുത്തില്ല, എല്ലാം പോയി, കട വരെ പോയി, വാടക കൊടുക്കാൻ നിർത്തിയില്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നത്. എന്തോരം കഷ്ടപ്പെട്ടിട്ടും ചോർച്ച മാത്രം. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, ഇതുപോലെ ഇറച്ചിക്കാരൻ പ്രാർത്ഥിക്കാൻ വന്നത് ഓർക്കണം. ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ അന്യായമായിട്ടും തൂക്കം തട്ടിച്ചും ഇറച്ചിയുടെ മായം ചേർത്തും മനുഷ്യർ തിന്നുന്ന സാധനം ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരുപാടുണ്ടാക്കി മക്കളെയൊക്കെ എൻജിനീയറിങ്ങിനൊക്കെ പഠിപ്പിച്ചു. പക്ഷേ ചികിത്സിച്ചാലും മാറാത്ത വേദനയും രോഗവും സഹിക്കാൻ പറ്റാതെപ്പോഴാണ് ധ്യാനത്തിന് വന്നത്. അപ്പോഴാണ് കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഈ കഥയുടെ ചുരുളഴിയുന്നത്. അന്യായം കാണിച്ച് മായം ചേർത്ത് തൂക്കം തട്ടിച്ച് മക്കളൊക്കെ അവരുടെ വഴി തേടിപ്പോയി. വേദനയും കൊണ്ടിരുന്ന് കരയുമ്പോൾ പെയിൻ കില്ലർ കൊടുക്കുക, അവസാനം കിഡ്നി വരെയും പോകുന്ന അവസ്ഥ. അതുകൊണ്ട് ചികിത്സിച്ചാൽ മാറാത്ത, പേര് പറയാൻ പറ്റാത്ത തരത്തിലുള്ള രോഗാവസ്ഥകൾ കൊണ്ട് വിഷമിക്കുന്ന ഒരവസ്ഥ. പിന്നെ വേറെ ചിലരുണ്ട്, ജോലിക്ക് വന്നവർക്ക് കൂലി കൊടുക്കില്ല, കൂലിയിൽ വഞ്ചന അനീതിയും കാണിക്കുന്നവർ. മിനിമം വേജസ് പോലും ഉണ്ട് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ കണക്കിനാണ്ട് 350-400 രൂപ, 350 ആ ഒരു റേഞ്ചൊക്കെയാണ് മിനിമം. അതുപോലും കൊടുക്കാതെ ഉള്ള പണി മുഴുവൻ എടുപ്പിക്കും. അത് ഫാക്ടറി ജോലിക്കാരായാലും കൂലി ജോലിക്കാരായാലും. അപ്പോൾ ഇതൊക്കെ അനീതിയല്ല. ആർക്ക് വേണ്ടി നമ്മളുണ്ടാക്കുന്നോ അവരെയും പോലും പിടികൂടുന്ന അവസ്ഥകൾ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ കൂലിയെക്കുറിച്ച് വചനത്തിൽ പറഞ്ഞ എന്താണ്, റോമാലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം, ജോലി ചെയ്യുന്നവൻ്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല അവകാശമായിട്ടാണ്. നമ്മുടെ ഔദാര്യമല്ല. നമ്മുടെ ജോലി എടുക്കുന്നുണ്ടാവും, അത് അവരുടെ അവകാശമാണ്. ഇന്നാളെ ഒരാൾ പറഞ്ഞത്, സർക്കാർ ജോലി കിട്ടിയ പിന്നെ ഇഷ്ടംമാരെ ലീവ് എടുക്കാം, അധികം ജോലി എടുക്കണ്ട, തോന്നുമ്പോൾ പോയാൽ മതി. മോനെ, അത് തോന്നൽ മാത്രമാണ്. ഇന്നെല്ലാ മേഖലയിലും ഇതിനൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ അക്ഷയ സെൻറ്ററും ജനസേവാ സെൻറ്ററൊക്കെ വന്നപ്പോൾ പണ്ട് കൈക്കൂലി മാത്രം കൊടുത്താലേ നടക്കുമായിരുന്ന പല മേഖലകളും, സർക്കാർ സെക്ഷനിലെ പല ജോലികളും നമുക്ക് അതുവഴി സമയബന്ധിതമായി മെസ്സേജൊക്കെ വരും, കൊടുക്കുന്നതും കിട്ടുന്ന സമയം. അതുപോലെ വിവരാവകാശ നിയമമുണ്ട്. ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഇനിയും ഒത്തിരി ദൂരം മുന്നേറേണ്ടതുണ്ട്. കുറേ ദൂരം മുന്നേറി, ഇനിയും പലയിടത്തും മാറ്റം വരുത്തേണ്ടത്. ഇതിൻ്റെ എല്ലാം തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് ഏറ്റവും പാവപ്പെട്ടവരാണ്. ഒരു സ്ത്രീയോട് ഞാൻ പറഞ്ഞതാണ്, ഇതുപോലെ പറമ്പിൻ്റെ പേപ്പർ റെഡിയാക്കാൻ ഒരു പാവപ്പെട്ട അങ്ങേറ്റം അത് കൊടുത്ത് അവകാശ പ്രശ്നം എല്ലാം തീർക്കണം, വർഷങ്ങളായി നടക്കാൻ. ഞാനൊരു ശുശ്രൂഷയും കഴിഞ്ഞ് പ്രസവിച്ചിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് കൈക്കൂലി എങ്കിൽ കൈക്കൂലി. അവർ പറഞ്ഞ്, ബ്രദറെ, ഞാനൊരു ദൈവവിശ്വാസി ആയിപ്പോയി, അവർക്കും നമുക്കും ദോഷമുള്ള കാര്യം. 2 കൈക്കൂലി പോയിട്ട് അരി മേടിക്കാനുള്ള കാശ് ഞങ്ങൾക്കില്ല, ഉണ്ടെങ്കിൽ തന്നെ ഞാനത് കൊടുക്കില്ല. പാപം ചെയ്തുള്ള ആ ഒരു വഴി എനിക്ക് വേണ്ട. അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ വചനമൊക്കെ പറഞ്ഞു അവരെടുത്ത്. ഇത്രയും വർഷമായിട്ട്, കുറേ വർഷമായിട്ട് നടക്കാത്ത കിട്ടാത്ത കാര്യം 2-3 ആഴ്ച കൊണ്ട് നടത്തി കിട്ടിയെന്ന് പറഞ്ഞ് കൂട്ടായ്മയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തി. അവരുടെ വസ്തു വിറ്റ് കാര്യം നടത്തി കിട്ടി കഴിഞ്ഞപ്പോൾ വസ്തു വിൽപ്പന നടത്തി അവകാശ പ്രശ്നമെല്ലാം പരിഹരിച്ചതായിട്ട് അങ്ങനെ പിന്നീടും വന്ന് സാക്ഷ്യപ്പെടുത്തി. അതുകൊണ്ട് അങ്ങനെ ഒത്തിരി ഞെരുങ്ങുന്ന പാവപ്പെട്ടവരൊക്കെ ഉണ്ട്. ജെറമ്യാ പ്രവചനം 22:13 പറയുന്നുണ്ട്, അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും അന്യായത്തിന് മുകളിൽ മട്ടുപ്പാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുന്നവൻ ശപ്തൻ. എന്താണ്? ശപിക്കപ്പെട്ടവനാണെന്നാണ് പറയുന്നത്. ജോലി ചെയ്യിച്ചിട്ട് പ്രതിഫലം നൽകാതിരിക്കുക. വിദേശത്തൊക്കെ കൊണ്ടുപോയിട്ട് ആവശ്യത്തിൽ അവർക്ക് ജോലി മേടിച്ചു കൊടുക്കുമെന്നും പറഞ്ഞ് വലിയ തുക കമ്മീഷൻ അടിക്കുന്നു. അതുപോലെ വിസ വാഗ്ദാനം ചെയ്ത് തട്ടിച്ചെടുക്കുന്നവർ, പണത്തിൽ ക്രമക്കേട് കാണിക്കുന്നവർ, ഒന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ മെഡിക്കൽ സീറ്റ് കൊടുക്കാമെന്നും പറഞ്ഞ് ഈ അടുത്ത് ഓൺലൈൻ പ്രാർത്ഥനയിൽ ഒരു മനുഷ്യൻ വന്നത് ഓർക്കണേണ്. ഇത് യൂട്യൂബിലൂടെ എൻ്റെ പ്രസംഗം കേട്ടിട്ട്. അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ലാത്ത പോലെ പറയണേ, ഇങ്ങനെ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കുറേ ലക്ഷം മേടിച്ചതിൻ്റെ കേസായിരുന്നു, ഇപ്പോൾ ജയിലിൽ കിടന്നിട്ട് വന്നതാണെന്നും പറഞ്ഞ്. ഇങ്ങനത്തെ ഇവിടെ വലിയ ശിക്ഷയൊന്നും പെട്ടെന്നൊന്നും കിട്ടാത്തതുകൊണ്ട് അടുത്ത വിസ അടപാട്, അടുത്ത സീറ്റ് ആയിട്ട് വീണ്ടും ഇറങ്ങുന്ന അവസ്ഥ. ഒരു കൂസലും ഒരു മാനസാന്തരം ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ
ഇതൊക്കെയാണ് നടക്കുന്നത്. വീണ്ടും 1 തിമോത്തി 5:18 പറയുന്നുണ്ട്, ധാന്യങ്ങൾ ചവിട്ടിമതിക്കുന്ന കാളയുടെ വായി നീ മൂടിക്കെട്ടരുത് എന്നും വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണെന്നും വിശുദ്ധ ലിഖിതം പറയുന്നു. 1 തിമോത്തി 5:18. അവർ പറയും ഞങ്ങൾ ഒരു പാപം ചെയ്യണില്ല, എന്തോരം പേർക്ക് ജോലി കൊടുക്കണം എന്ന് പറയും. ആ കിട്ടുന്ന ജോലിക്കുള്ള സർക്കാർ ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ലേബർ ലോ അനുസരിച്ചുള്ള മിനിമം വേജസ് എങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടോ, അവന് കഞ്ഞി കുടിച്ച് കിടക്കാൻ പറ്റുന്നുണ്ടോ? വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ്. 1 തിമോത്തി 5:18. ധാന്യങ്ങൾ മതിക്കുന്ന കാളയുടെ വായ. അപ്പം മനുഷ്യന് വേണ്ടിയാണ് കർത്താവ് ഇത് പറയുന്നത്, നീ മൂടിക്കെട്ടരുത്. അപ്പം പിന്നെ മനുഷ്യൻ്റെ കാര്യം മൂടിക്കെട്ടരുത്. അപ്പോൾ വീണ്ടും യാക്കോബ് 5:4 പറയുന്നുണ്ട്, നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. അത് അടുത്ത തലമുറയിൽ പോയാൽ അവിടെ കിടന്നു, പിന്നത്തെ തലമുറയിൽ പോയാൽ അവിടെ, അങ്ങനെ 5, 6, 7 തലമുറയിൽ പോയാലും ഈ അനീതിയുടെ ഊർജം അവിടെ കിടന്ന് ആബേലിൻ്റെ രക്തം, കായേൻ അസൂയമൂത്ത് വധിച്ച കായേൻ ആബേൽ, ആദ്യ മാതാപിതാക്കളുടെ മക്കളാണ്. കായേൻ കൊല്ല ചെയ്ത ആബേലിൻ്റെ രക്തം നീതിക്കായി ദൈവത്തെ വിളിച്ച് കരയുന്നത് പോലെ ഇവരുടെ വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ദൈവത്തെ വിളിച്ച് കരയും. അത് കുടുംബത്തിലേക്ക്, തലമുറകളിലേക്ക് വന്ന അനീതി നിറഞ്ഞ വാറ്റ് കച്ചവടം നടത്തിയ, മായം ചേർത്ത, തൂക്കം തട്ടിച്ച, കള്ളത്രാസ്, കൈക്കൂലി, കരിഞ്ചന്ത ഇതിലൂടെ കടന്നു വന്ന് നമ്മുടെ കുടുംബത്തിലോ തലമുറയിലോ ഉണ്ടോ? അവിടെ കിടന്ന് അത് നിലവിളിക്കും. ഇന്ന് അത് നിലവിളിക്കുന്നത് കൊണ്ടാണോ ചിലർ അങ്ങോട്ട് വിളിച്ചിട്ട് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഇവിടെയും ജീവിക്കാം, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, കിടന്ന് വലിയുന്ന അവസ്ഥയാണോ? ഉണ്ടാക്കിയത് അനുഭവിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മക്കൾ കിടന്ന് തല്ലി തലകീറുന്ന അവസ്ഥ, കല്യാണം നടക്കുന്നില്ല, മംഗളകാര്യങ്ങൾ നടക്കുന്നില്ല, ഇങ്ങനെയുള്ള വല്ല ക്രമക്കേടുള്ളത് നമ്മുടെ കുടുംബത്തിലോ തലമുറയിലോ വന്നിട്ടുണ്ടോ? ഇതൊക്കെയാണ് പാരമ്പര്യ സ്വത്ത്, പാരമ്പര്യ കടം ആയിട്ട്. നമ്മൾ പറയും നമ്മളൊന്നും ചെയ്തില്ല. ഒരു മനുഷ്യൻ ഇതുപോലെ എൻ്റെ പ്രസംഗം, ഞാനൊരു ധ്യാനേന്ദ്രത്തിൽ പ്രസംഗിച്ച് കഴിഞ്ഞിറങ്ങി ചോദിച്ചു, ബ്രദറെ എനിക്ക് കുഴപ്പമുണ്ടാകുമോ? എൻ്റെ അമ്മായിയപ്പൻ ഇങ്ങനെ ഒരു ക്രമം വിട്ട് അനീതിയായിട്ട് വഞ്ചിച്ച് തട്ടിച്ച് പൈസ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾ പാകത്തിന് ജീവിക്കണേന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, നിനക്ക് നിൻ്റെ ഭാര്യയ്ക്ക് അമ്മായിപ്പൻ ഉണ്ടാക്കി തന്ന പൈസ നിൻ്റെ കുടുംബത്തിലേക്ക് അനീതി നിറഞ്ഞ ആ ഉണ്ടാക്കിയ പൈസയാണ് കടന്നു വന്നിട്ടുള്ളതെങ്കിൽ അത് അവിടെ കടന്ന് തിരിയും, എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് നല്ല പരമഭക്തനായിട്ട് നടക്കുന്ന മനുഷ്യനാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ് മേടിച്ച് വെക്കാനുള്ളതല്ല. അപ്പോൾ എന്ത് ചെയ്യണം? പ്രായശ്ചിത്തം ചെയ്ത്, പരിഹാരം ചെയ്ത്, ദാനധർമ്മങ്ങൾ ചെയ്ത്, കഴിയുന്ന രീതിയിൽ ഇതിന് പരിഹാരം ചെയ്ത് ജീവിച്ചോളാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്താൽ മാത്രം പോരാ, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് ഇന്നു മുതൽ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ്. അല്ലാതെ വെറുതെ ചൊല്ലിക്കൂട്ടലും പ്രാർത്ഥനയും വചനമെഴുത്തും വചനം വായനയും മാത്രമല്ല. അത് ദൈവത്തെ കണ്ണടച്ചു പിടിച്ചിട്ട് ഇരുട്ടാണെന്ന് പറഞ്ഞാൽ ഇരുട്ടാകുമോ? ആകത്തില്ല. ദൈവത്തെ വഞ്ചിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് കരയുന്നുണ്ട്. യാക്കോബ് 5:4. നമ്മുടെ കുടുംബങ്ങളിൽ ഇതുപോലെ ദൈവത്തെ വിളിച്ച് കരയുന്ന, പിടിച്ചു വെച്ച കൂലിയോ തൂക്കം തട്ടിച്ചതോ മായം ചേർത്തതോ, പാലിൽ ചേർത്ത പച്ചവെള്ളം മായമാണ്. അവിടെ കളയും വിളയും ഉണ്ട്. കള കളയാനുള്ളതാണ്, വിള വിളയാനുള്ളതാണ്. അതുകൊണ്ട് വിളയിൽ കള ചേർത്ത് അല്ലെങ്കിൽ മാലിന്യം ചേർത്ത് അല്ലെങ്കിൽ തൂക്കം തട്ടിച്ച് മായം ചേർത്ത് ഒക്കെ ഇന്ന് ക്യാൻസറും രോഗം ട്യൂമറും ഒന്നും ഒഴിയാത്തതിൻ്റെ പ്രധാന കാര്യം ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണത്തിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും ഇതുപോലെയുള്ള അർഹതപ്പെടാത്ത അല്ലെങ്കിൽ വിധിക്കാത്ത പലതും മനുഷ്യരിലേക്ക് എത്തിച്ചേരുകയാണ്. മനസാക്ഷി കത്തിക്കരിഞ്ഞ മനുഷ്യർ ഇതുപോലെ ചേർക്കാൻ പറ്റാത്ത പല കണ്ടൻറ്റുകളും ഭക്ഷണപദാർത്ഥങ്ങളിൽ എത്രയെന്ന് കണ്ട് സർക്കാരും ആരോഗ്യ വിഭാഗവും അതോറിറ്റികളും വിജിലൻസൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചാലും കക്കാൻ പഠിച്ചവൻ കട്ടുകൊണ്ട് തന്നെ ഇരിക്കും, തിന്നാൻ പഠിച്ചവൻ തിന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇതൊക്കെ കേട്ടാൽ പറയും അവനൊക്കെ പ്രാന്ത, അത് അന്നേരം നോക്കാമെന്ന് പറയും, ഒരു പുണ്യാളം വന്നേക്കിടന്നു. പക്ഷേ ഞങ്ങൾ പച്ചയായ ജീവിതത്തിൽ ഈ പ്രവാചക ഈ ദൈവദാസ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കടന്നു ചെല്ലുന്ന ഭവനങ്ങളിലും കടന്നു വരുന്നവരിലും നേരിട്ട്
കാണുന്ന അനുഭവിക്കുന്ന കാര്യങ്ങൾ. അളവ് തെറ്റിച്ച് പൈസ മേടിക്കുക, തൂക്കം തട്ടിച്ച് പൈസ മേടിക്കുക. PWയുടെ വർക്ക് പിടിച്ച് ചെയ്യുന്ന ഒരു മനുഷ്യൻ, ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ പത്രത്തിലൊക്കെ വന്നതാണ്, നടത്തിയ വർക്ക് വലിയ ക്രമക്കോടികൾ തട്ടിച്ച ക്രമക്കേട് വന്ന അവസ്ഥ. പക്ഷേ ഒരേ ഒരു മകൻ മരിക്കുന്നുമില്ല, ജീവിക്കുന്നുമില്ല. എന്തോ പ്രശ്നത്തിന് തൂങ്ങിച്ചാകാൻ കയറിയിട്ട് വാശി കാണിച്ചതാണ്. അവിടുന്ന് വെട്ടിക്കണ്ടിച്ചിട്ടപ്പോൾ തലയടിച്ച് വീണ് സ്പൈനൽ കോഡ് തകർന്ന് കിടക്കുന്ന അവസ്ഥ. മുമ്പിലും റോഡ്, പുറകിലും റോഡ്, മുമ്പിലും കാറ്, പുറകിലും കാറ്, ഇട്ടുമൂടാനുള്ള സമ്പത്തെല്ലാം ഉണ്ട്. സർക്കാരിനെ പറ്റിച്ച മനുഷ്യരെ തന്നെയാണ് പറ്റിക്കുന്നത്. മനുഷ്യരെ പറ്റിച്ച മനുഷ്യരെ സൃഷ്ടിച്ച ദൈവത്തെ തന്നെയാണ് പറ്റിക്കുന്നത്. അതുകൊണ്ട് കറണ്ട് ബില്ല് കുറയാൻ വേണ്ടി കള്ളത്തട്ടിപ്പ് കാണിച്ചാലും, വെള്ളം അളവ് തട്ടിച്ചെടുത്താലും, ബിൽഡിങ്ങിൻ്റെ അളവിൽ കണക്ക് തെറ്റിച്ചാലും, പണിക്കാർക്ക് കൊടുക്കുന്ന കൂലിയിൽ കണക്ക് തെറ്റിച്ചാലും, ബിൽഡിങ്ങിന് നമ്പർ കൊടുക്കാൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടതാ, നമ്പർ കൊടുക്കാൻ വേണ്ടിയാണ് ആയിരക്കണക്കിന് രൂപ മക്കളോടൊപ്പം ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി വാങ്ങിയ സ്ത്രീയെ കൈയോടെ പിടികൂടി. ഇതുപോലെ എത്ര സംഭവങ്ങൾ. യൂദാസിൻ്റെ 30 വെള്ളിക്കാശിനെ കുറിച്ചാണ് ഈ സംഭവം അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് ഇതൊന്നും മക്കൾക്കും തലമുറകൾക്കൊന്നും അനുഭവിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതാ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും വേണം, അടയ്ക്കേണ്ട ടാക്സുകൾ അടയ്ക്കുകയും വേണം. അതിനും പുറമെ അമിതഭാരമായിട്ട് കുത്തിപ്പിഴിഞ്ഞ് കൊല്ലുന്നതിനേക്കാൾ കഷ്ടമാണ്. എത്രയോ വേദനയോടെയാണ് ഓരോ പദ്ധതികൾ ലോണെടുത്തും കടമെടുത്തും കാലുപിടിച്ചും മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നടത്തി കിട്ടാൻ വേണ്ടി ഇതുപോലെയുള്ള അവസ്ഥകൾ. അതുകൊണ്ട് ഒരു വചനവും കൂടെ പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ാണ്. നമ്മുടെ കുടുംബത്തിലോ തലമുറകളിലോ ഇപ്രകാരമുള്ള പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വച്ച് അവസാനിപ്പിക്കുക. വിശുദ്ധ മാർ തെരേസയുടെ ചരിത്രത്തിൽ വായിച്ചൊരു കാര്യം ഓർക്കുകയാണ്. മാർ തെരേസയ്ക്ക് വലിയ തുക ദാനധർമ്മവുമായിട്ട് ചെക്കുമായിട്ട് വന്ന കുടുംബം. അവരുടെ ജോലി എന്താണെന്ന് വെച്ചപ്പോൾ ബാറ് നടത്തുന്നവരാണ്. അപ്പോൾ മദർ ആ തുക കൈപ്പറ്റിയില്ല. പറഞ്ഞത് ഇതാണ്, നിങ്ങളത് പോയി നിർത്തിയിട്ട് വന്നിട്ട് അത് ചെയ്യുക. അങ്ങനെ ചെയ്യുകയും ചെയ്തു ആ കുടുംബം. അതോടുകൂടി അല്ലാത്ത പൈസ എനിക്ക് ഇവറ്റങ്ങൾക്ക് വേണ്ടി വേണ്ട. ചിലരുടെയൊക്കെ വിചാരം ഇങ്ങനെയൊക്കെ ചെയ്താലും, ബാറ് നടത്തിയാലും, മദ്യക്കച്ചവടം നടത്തിയാലും, കരിഞ്ചന്ത നടത്തിയാലും, കള്ളത്രാസ് നടത്തിയാലും, പള്ളിക്കുള്ളത് ദൈവത്തിനുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങ് കൊടുത്താൽ മതി, പാവങ്ങൾക്കുള്ളത് അങ്ങോട്ട് ഒരു പരിഹാരമായിട്ട് ചെയ്താൽ മതി. അതുകൊണ്ടൊന്നും തീരത്തില്ല എൻ്റെ പൊന്നു മക്കളെ. ഇരുട്ടുകൊണ്ട് ഓട്ടം അടച്ചിട്ട് ഒരു കാര്യവുമില്ല. ദൈവത്തെ കബളിപ്പിക്കാമെന്ന് വ്യാമോഹിക്കേണ്ട. അതുകൊണ്ട് സക്കറിയ പ്രവചനം 5:3-4 വാക്യത്തിൽ പറയുന്നുണ്ട്, ശാപത്തിൻ്റെ ചുരുൾ അത് കള്ളൻ്റെയും കൊള്ളക്കാരൻ്റെയും ഭവനത്തിലേക്ക് കടന്നു വരും. അതുപോലെ സഹോദരങ്ങളുടെ കണ്ണുനീര് വസ്തു വീതം വെക്കുന്നതിലും, മാതാപിതാക്കളുടെ പ്രാക്കും കണ്ണുനീരും വീഴ്ത്തിക്കൊണ്ട് പിടിച്ചു പറിച്ച് മേടിക്കുന്നവർ, ഇവിടെ വെച്ച് തന്നെ തീരുന്ന ഒത്തിരി സംഭവം. ഞാൻ ആരും വിധിക്കല്ല. ഒത്തിരി സംഭവങ്ങൾ, ഒത്തിരി കുടുംബങ്ങളുടെ കഥ അറിയാം. അതൊക്കെ കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ അത് ഈ ഒരു സംഭവം ഇന്നലെ ഇങ്ങനെ കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസാക്ഷിയിൽ കൂലി, കൈക്കൂലി, ഈ 2 വിഷയത്തെക്കുറിച്ച് ഇനിയെങ്കിലും വചനമുള്ളവരും വചനം കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്കും പരിശുദ്ധാത്മാവ് ബോധ്യം കൊടുക്കട്ടെ എന്ന് കണ്ടതുകൊണ്ട്, ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇത് ഷെയർ ചെയ്തത്. ഇതാ കള്ളൻ്റെയും കൊള്ളക്കാരൻ്റെയും ഭവനത്തിലേക്ക് കടന്നു വരുമെന്നാണ് ശാപത്തിൻ്റെ ചുരുൾ. ഞാൻ ഓർക്കുകയാണ്, സർക്കാർ ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്ത പിയൂണ് ഒരു സർക്കാർ ഉദ്യോഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലുണ്ടാക്കി. പക്ഷേ ഓപ്പറേഷൻ ചെയ്തപ്പോൾ പിഴച്ചു പോയെന്നാണ് പറയുന്നത്. വേറെ ആശുപത്രി പോയപ്പോൾ അവർ ഇവരെ കുറ്റം പറഞ്ഞു, അവരെ കുറ്റം പറഞ്ഞു. അവസാനം കുളമായി. വയറ്റിൽ നിന്ന് പോകാൻ മലദ്വാരത്തിൽ കൂടെ പോകുന്നതിന് പകരം മുകളിൽ കൂടെ സഞ്ചിയിട്ട് വെച്ചിരിക്കുന്ന അവസ്ഥ. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് വേറെ ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവർക്ക് തെറ്റിപ്പോയതാണ്. വയറുവേദനയുടെ ആശുപത്രിയിൽ പോയി കൈവിട്ട കളിയായിപ്പോയി കിടന്ന് പുഴുത്ത് മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനെ വിളിച്ച് കുമ്പസാരിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇടവകയിലൊക്കെ നല്ല പേരാണ്, ഇത് ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അച്ഛനൊക്കെ വന്നാൽ നല്ല കുമ്പസാരമൊക്കെ നടത്തി ആ കൈക്കൂലി മേടിച്ചതൊക്കെ പറയേണ്ടി വരില്ല. പറയേണ്ടി വരും എൻ്റെ പൊന്നു പെങ്ങളെന്ന് പറഞ്ഞ അയാളുടെ ഭാര്യ കൈ നിറച്ച് വളയും കഴുത്തിൽ വലിയ മാലയും ഒക്കെ ഇട്ട് ആട്ടി നടക്കുന്ന പ്രാർത്ഥിക്കാൻ വന്ന ചേച്ചി. ഞാൻ പറഞ്ഞ് നിങ്ങൾ ആരെയെന്ന് വെച്ചാൽ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചോ, ഞാൻ വരില്ല. എനിക്ക് ആ പ്രാക്കത്തിയ കാശും വേണ്ട, ആ കണ്ണുനീരിൻ്റെ പങ്കും വേണ്ട. അല്ല ബ്രദർ ഇങ്ങനെ നിർബന്ധം പിടിക്കരുത്, പ്രാർത്ഥിക്കാനല്ലേ വിളിച്ച്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ വരാം. അച്ഛനെ വിളിച്ച് കുമ്പസാരിപ്പിച്ച
ഞാൻ ആ വീട്ടിൽ വരാം. കാരണം അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് രോഗി കിടക്കുന്നത്. അത്രയ്ക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. മക്കളാണെങ്കിൽ കല്യാണവും നടക്കുന്നില്ല. അങ്ങനെ തലകീറി കിടക്കുന്ന അവസ്ഥ. ധാരാളം പണം കൈവിട്ട അവസ്ഥയിൽ ജോലി സമയത്ത് കുടുംബത്ത് അന്യായമായ വഴികളിൽ കൂടെ കടന്നു വന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി. ഇങ്ങനെ തുറന്നടിച്ച് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇതൊക്കെ നിസ്സാര മട്ടിൽ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പമില്ല, സാരമില്ല. ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കിയവർക്ക് പോലും അനുഭവിക്കാതെ അവിടെ കിടന്ന് അമ്മയും മക്കളും കൂടെ കിടന്ന് കടിപിടിക്കുന്നത് ഞാൻ കണ്ട കാഴ്ചയാണ്. മംഗളകാര്യങ്ങൾ നടക്കുന്നില്ല. എല്ലാത്തിനും അമ്മയെ കുറ്റപ്പെടുത്തുകയും കുടുംബത്തിൽ അസ്വസ്ഥതകൾ നിറഞ്ഞ അവസ്ഥ. അതുകൊണ്ട് മാനസിക രോഗത്തിന് വരെ ആ കുടുംബത്തിൽ അവസാനം മരുന്ന് കഴിക്കേണ്ടി വന്ന അവസ്ഥ. ഭ്രാന്ത്, അന്ധത എന്നൊക്കെ പറയുന്നത് പോലെ നിയമാവർത്തനം 28:15 മുതൽ ഉള്ള വാക്യങ്ങൾ എടുത്ത് വായിച്ചാൽ ഈ ദൈവപ്രമാണ ലംഘനങ്ങളും നിയമാവർത്തനം 28:1 മുതൽ 14 വരെ വചനം പാലിച്ച് ജീവിച്ചാലുള്ള അനുഗ്രഹങ്ങളും. അതുകൊണ്ട് ഇതുവരെ ചെയ്തതെല്ലാം ദൈവം പൊറുക്കും. എന്നേക്കുമായിട്ട് ഇന്ന് തന്നെ തീരുമാനമെടുക്കുക. എനിക്ക് പലറിയാം കൈക്കൂലി സെക്ഷനിൽ ജോലി എടുത്തിട്ടും കൈക്കൂലി കൊണ്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലം. പക്ഷേ 100% വിശ്വസ്തയോടെ ജീവിക്കുന്ന ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഞാനിതുപോലെ താലൂക്ക് ഓഫീസിൽ പോയപ്പോൾ വസ്തുവിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ചെന്നപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് കൈകൂട്ടി. അദ്ദേഹം ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പുള്ള പല സ്ഥലങ്ങളിലും പോയപ്പോൾ ഇട്ട് കറക്കി അടിച്ച് ഒരുപാട് കഷ്ടപ്പെടുത്തി സാറേ. ഇപ്പോഴാണ് ഞാനൊരു നല്ല മനുഷ്യനെ കണ്ടത്. വന്നപ്പോൾ തന്നെ ഒറ്റ പ്രാവശ്യം കൊണ്ട് ഒറ്റ നേരം കൊണ്ട് എല്ലാം ശരിയാക്കി തന്ന്. സാറേ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടാ, സാറിനുണ്ട് ഞാൻ പ്രാർത്ഥിക്കോട്ടാ, പ്രത്യേകം നന്ദി എന്ന് പറഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ ജോലിയല്ലേ, ഞങ്ങൾ ചെയ്യേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തുറക്കുക. അങ്ങനെ നമ്മുടെ കടമയാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് നല്ല ഉദ്യോഗസ്ഥരെ എനിക്കറിയാം. എല്ലാ വകുപ്പിലും ഉണ്ട്. നമ്മൾ കാടടച്ച് വെടിവെക്കുകയല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ശിക്ഷ കിട്ടിയോണ്ടോ സസ്പെൻഷൻ കിട്ടിയോണ്ടോ അതോ ഇതുവരെ പിടിക്കപ്പെടാത്തത് കൊണ്ടോ രക്ഷപ്പെട്ടൊന്നും ഓർത്ത് നടക്കണ്ട. ഇതാ ദൈവത്തിൻ്റെ കണ്ണും കാതും എല്ലാം 139 സങ്കീർത്തന സമയം പോലെ എടുത്ത് വായിക്കുക. ഇന്ന് സകലയിടത്തും CCTVയുടെ ഇതുള്ളതുപോലെ എല്ലായിടത്തും ദൈവത്തിൻ്റെ കണ്ണും കാതും പതിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തെ പറ്റിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഇങ്ങനെ ഉണ്ടാക്കുന്ന മറ്റുള്ളവരുടെ കണ്ണുനീര്, മറ്റുള്ളവരുടെ രക്തക്കറ, മറ്റുള്ള കുടുംബങ്ങൾ അവരുടെ മക്കൾ അനുഭവിക്കേണ്ടത് പിടിച്ചു പറിച്ച് ഏത് കെട്ടിടം പണിതാലും എന്തെല്ലാം ചെയ്താലും ബൈബിളിലെ യൂദാസിൻ്റെ കഥ മറന്നു പോകരുത്. 30 വെള്ളിക്കാശിന് ഗുരുവിനെ ഒറ്റിക്കൊടുത്തവൻ്റെ അന്ത്യം ഒന്നെടുത്ത് വായിച്ചു നോക്ക്. ആരെയും പേടിപ്പിക്കാനല്ല. അതുകൊണ്ട് മാർക്കോസ് 1:15 മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇതാ പാകത്തിന് ജോലിക്കുള്ളത് സർക്കാർ തരുന്നുണ്ടല്ലോ, അതിന് ഇതെങ്കിലും കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറയും. ഈ ജോലി പോലും ഇല്ലാത്ത എത്രയോ പേരുണ്ട്. അനീതി നിറഞ്ഞത് നമ്മളുണ്ടാക്കുന്ന നീതിയുള്ളതിനെ പോലും നിന്നല്ലെങ്കിൽ നാളെ ഊതിപ്പറത്തിക്കളെ. ഞാൻ ICICയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 5-6 കൊല്ലം വർക്ക് ചെയ്തിരിക്കുമ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിൽ എറണാകുളത്ത് തന്നെ അവിടെ ഒരു AEനെ കാണാൻ ടാക്സ് സേവിങ് സ്കീമുകളുണ്ട്. ആ ഫണ്ടുകളുടെ കാര്യവുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ആ ഉദ്യോഗസ്ഥ എഴുന്നേറ്റ് നിന്ന് ഞാനും എൻ്റെ കൂടെയുള്ള ഞങ്ങളുടെ മാനേജറിനോട് പറഞ്ഞ കാര്യം ഇതാണ്. ശരിയായിരിക്കാം, മറ്റു പലരും ഇതുപോലെ ഒത്തിരി ഡിപ്പോസിറ്റും സേവിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾക്കും അതുപോലെ ചെയ്യാം. ഞങ്ങൾക്ക് മുമ്പേ പോയ പലരും ഡയാലിസിസും പരിപാടിയായിട്ട് ക്യാൻസറുമായിട്ട് അവർക്ക് സഹായവും ഫണ്ട് പിരിവായിട്ട് നടക്കുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഇതിലോട്ടൊക്കെ എത്തിക്കൊള്ളുന്ന അറിഞ്ഞുകൊണ്ട് എന്തിനാ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ച ഒരു ഉദ്യോഗസ്ഥയായ സ്ത്രീയുടെ. അതുകൊണ്ട് സാറേ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പോസിറ്റൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത്യാവശ്യം ചെറുതൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ശമ്പളം കൊണ്ട് ഞങ്ങൾക്ക് വീട്, മക്കളുടെ പഠിത്തം, ഒത്തിരി കാര്യങ്ങളിൽ എത്താവുന്ന കാര്യങ്ങളനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദയവായി അത് എന്നോട് ക്ഷമിക്കണം. അവരെ പോലത്തെ വേറെ ഇതുപോലെ ചേർന്നവരാണ് ഞങ്ങളെ ഇതിനു വേണ്ടി പറഞ്ഞു വിട്ടവർ. അവർക്കൊക്കെ സാധിക്കുമായിരിക്കാം. പക്ഷേ ഞാൻ കൈക്കൂലിയൊന്നും മേടിക്കുന്ന ഒരാളല്ല. അതിനും പുറമെ കിട്ടുന്നതിൽ നിന്ന് അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി സാധുക്കൾക്കൊക്കെ സേവനവും ശുശ്രൂഷയും ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്നറിയാൻ ഒരു ഉന്നത ഉദ്യോഗസ്ഥ.
അതുകൊണ്ട് ഒരു ജീവിതവും നമുക്കുള്ളൂ. ദൈവം തരുന്ന പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഇന്ന് ഞാൻ നാളെ നീ എന്നാണ് പറയുന്നത്. ആരാണ് ആദ്യം പോകുന്നത് ഒന്നും അറിയില്ല. പ്രഭാഷകൻ 5:7 കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ എന്ന് നീട്ടിവെക്കരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ക്രോധത്തിൽ നീ നശിക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് എന്തെല്ലാം നേടിയാൽ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താണ് പ്രയോജനം? ഇതാ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രം മാത്രം വായിച്ച് എല്ലാം ത്യജിച്ച് സാധുക്കൾക്ക് ദാനം ചെയ്ത് ഒരു സന്യാസിയെപ്പോലെ പരിഹാര പ്രവൃത്തികൾ ചെയ്ത് ജീവിച്ച് നടന്ന പ്രൊഫസർ പീറ്റർ റെഡ്ഡിയുടെ ചരിത്രം വായിച്ചത് ഓർക്കുകയാണ്. അതുകൊണ്ട് ഒരു ജീവിതമുള്ളൂ. ഉണ്ണാനും തിന്നാനും കുടിക്കാനും കിടക്കാനും ഉള്ളതുണ്ടെങ്കിൽ എന്തിനാ കൊണ്ടുപോകാൻ പറ്റാത്ത കള്ളന്മാർ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഇവിടെ ഉപേക്ഷിച്ച് പോയേണ്ട ഈ സമ്പത്തിന് വേണ്ടി ഈ ജീവിതം നശിപ്പിച്ച് കളയുന്നത്? അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. തലമുറകളിലേക്ക് പ്രാക്കും ശാപവും കണ്ണുനീരും രക്തക്കറയും കൊടുക്കണോ? തലമുറകളുടെ ശാപവും ജീവിതകാല ശേഷം നമുക്ക് കിട്ടണോ? അതോ ജീവിച്ചിരിക്കുമ്പോൾ നേടുന്ന പുണ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് പുണ്യം ചെയ്ത് കടന്നു പോകണമോ? തീരുമാനമെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ മെയ് മാസം പരിശുദ്ധമ്മയുടെ ശക്തമായ സാന്നിധ്യവും മാധ്യസ്ഥവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ്